അല്പസമയത്തെ ധ്യാനത്തിനു വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള ഭാഗമാണ്. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. യഹോവയായ കർത്താവ് എൻ്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും, രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. എൻ്റെ മുഖം നിന്നയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്നു പോകുകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് ഞാൻ അറിയുന്നു. യെശയ്യാ പ്രവചനത്തിലെ ദാസഗീതങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ദാസഗീതത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. യെശയ്യാ പ്രവാചകൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ അന്ന് ഇസ്രായേൽ ജനം ബാബിലോണിൽ അടിമത്തത്തിൽ കഴിയുകയാണ്. നിരന്തര നീതി നിഷേധവും പീഡനങ്ങളുമാണ് ഒരു കൂട്ടം ജനങ്ങൾ തളർന്നു പോകാനായിട്ട് ഇടവന്നത്. യിരെമ്യാ പ്രവചനം അനുസരിച്ച് 70 വർഷക്കാലം ഈ ജനം ബാബിലോണിൽ അടിമത്തത്തിലായിരുന്നു. ബാബിലോണ്യർ വന്ന് യെരുശലേമിനെ നിരോധിക്കുകയും ശലോമോൻ രാജാവ് പണിത യെരുശലേം ദേവാലയം നശിപ്പിക്കുകയും ചെയ്തു. യെരുശലേം ദേവാലയം നശിപ്പിച്ചതോടുകൂടെ യഹൂദന്മാരുടെ ഒരു മാനസികാവസ്ഥയെ തകർക്കാൻ ബാബിലോണ്യർക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു ജനത തകർക്കപ്പെട്ട ഹൃദയങ്ങളുമായി ഏകദേശം 600 മൈലോളം അവർ പീഡനങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചുകൊണ്ട് ബാബിലോണിൽ അവരെത്തിച്ചേർന്നു. യാത്രാമധ്യേ അവരോട് സിയോൻ ഗീതങ്ങൾ പാടാനായിട്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സിയോൻ ഗീതം ഞങ്ങൾക്ക് ബന്ധിതരായിരിക്കുന്ന ഞങ്ങൾക്ക് പാടാൻ കഴിയുകയില്ല, കാരണം സിയോൻ്റെ ഗീതം വിമോചനത്തിൻ്റെ ഗീതമാണ്. അത് യെരുശലേമിൽ ഞങ്ങൾ ആലപിക്കുന്ന ഗീതമാണ്. ഞങ്ങളുടെ കൈകൾ ബന്ധിക്കപ്പെട്ടവരായിരിക്കുന്നിടത്തോളം കാലം, ഞങ്ങൾ പീഡിതരായി പ്രവാസികളായിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് വിമോചനത്തിൻ്റെ ഗീതം പാടാൻ കഴിയുകയില്ല എന്ന് അവർ കണ്ണുനീർ വാർത്തത് 137-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം കഠിനമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ അവർക്ക് നേരിട്ട് കാണേണ്ടതായിട്ട് വന്നു. യഹൂദിയിലെ രാജാവായിരുന്ന സിദെക്കീയാവിൻ്റെ കൺമുമ്പിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ എല്ലാ മക്കളെയും അവർ വെട്ടിക്കൊന്നു. അതോടൊപ്പം സിദെക്കീയാവിൻ്റെ കണ്ണുകൾ അവർ ചൂന്നെടുത്ത് കളഞ്ഞു. വാഗ്ദത്ത നാട്ടിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ ബാബിലോണിലേക്ക് കൊണ്ടുപോയ ഒരു ജനം വേദനയുടെ മധ്യത്തിലാണ് കഴിഞ്ഞിരുന്നത്. യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, നമ്മുടെ ദാസൻ്റെ ഉത്തരവാദിത്വമായി പരാമർശിക്കുന്നത് തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങാൻ ദൈവം നിന്നെ നിയോഗിച്ചിരിക്കുന്നു. ഇതൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. ഈ ഒരു ഉത്തരവാദിത്വം പ്രാർത്ഥനാപൂർവ്വം നിറവേറ്റാനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. തളർന്നിരിക്കുന്ന ധാരാളം പേര് നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. അവർ വേദനയുടെ മധ്യത്തിൽ കഴിയുന്നവരാണ്, നീതി നിഷേധിക്കപ്പെട്ടവരാണ്. അവർ വലിയ ജനസമൂഹമാണെങ്കിലും അവർക്ക് വിദ്യാഭ്യാസ സംവരണമോ തൊഴിൽ സംവരണമോ അവരുടെ ജനസംഖ്യയുടെ ആനുപാതികമായിട്ട് ലഭിക്കാത്ത ജനസമൂഹമാണ്. അത് മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. ഈ ഒരു ജനസമൂഹത്തിൻ്റെ വേദനയെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ പുരോഹിതന്മാരും തളർന്നിരിക്കുന്നവരെ നാവുകൊണ്ട് താങ്ങാനായി ദൈവം വിളിച്ചിരിക്കുന്നു. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് നമ്മൾ സന്നദ്ധമാകേണ്ടതായിട്ടുണ്ട്. അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് രാവിലെ തോറും ദൗത്യം നമ്മുടെ ചെവിയിൽ പറഞ്ഞ് നമ്മെ ഉണർത്തുന്ന ഒരു ദൈവമുണ്ട്. ഞാനത് വായിച്ച പാസേജിലുള്ള ഒരു ഭാഗമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ദൈവം നമ്മെ ഭരമേൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് കേൾക്കാൻ നമുക്ക് സാധിക്കണം. ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ആ ഉത്തരവാദിത്വം ഓരോ ദിവസവും പ്രാർത്ഥനാപൂർവ്വം നിറവേറ്റാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് വിചാരിച്ച് ഓരോ ഭവനങ്ങളിലും ഓരോ ഗ്രാമങ്ങളിലും സന്ദർശിച്ച് ദുഃഖത്തിലും ഭാരത്തിലും ഇരിക്കുന്ന ഓരോരുത്തരെയും നമ്മൾ ശക്തീകരിക്കുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായി തന്നിരിക്കുന്നത് തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങാൻ വേണ്ടിയാണ്. എവിടെയെല്ലാം വേദനയിലും ഭാരത്തിലും ഇരിക്കുന്ന ജനങ്ങളുണ്ടോ, നീതി നിഷേധിക്കപ്പെട്ട ജനങ്ങളുണ്ടോ,
അവരെല്ലാം ശക്തീകരിക്കാൻ നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ഒരു ട്രെയിൻഡ് ടങ്ങാണ്, പരിശീലിക്കപ്പെട്ട നാവ്. ശിഷ്യന്മാരുടെ നാവിന് NRSV ബൈബിളിൽ പറയുന്നത് ഗോഡ് ഹാസ് ഗിവൺ മീ എ ട്രെയിൻഡ് ടങ്. എനിക്ക് പരിശീലിക്കപ്പെട്ട ഒരു നാവ് തന്നിരിക്കുന്നു. എന്തിനു വേണ്ടി തന്നിരിക്കുന്നു? എവിടെയെല്ലാം ബലഹീനരുണ്ടോ, എവിടെയെല്ലാം നിന്ദിതരുണ്ടോ, എവിടെയെല്ലാം കഷ്ടപ്പെടുന്ന ജനങ്ങളുണ്ടോ, നീതി നിഷേധിക്കപ്പെട്ടവരുണ്ടോ, അവർക്ക് വാക്കുകൊണ്ട് താങ്ങാനും അവരുടെ ശബ്ദമായി മാറാനും അവരുടെ ഭാഗമായി നിലനിൽക്കാനും വേണ്ടി ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നു. ആരാണ് ഈ നിയോഗം തന്നിരിക്കുന്നത്? ഓരോ ദിവസവും നമ്മെ ആ ദൈവിക പ്രവൃത്തിയിൽ ഉത്തേജിപ്പിക്കുന്ന ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ആ ദൈവം ശക്തിമാനായ ദൈവമാണ്. ആ ദൈവം നീതിയുടെ ദൈവമാണ്. ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ച ദൈവമാണ്. ആ വിമോചനത്തിൻ്റെ ദൈവം ഓരോ ദിവസവും രാവിലെ നമ്മെ ഉണർത്തുന്നു. അടുത്ത് പറയുന്നത്, ഈ വിമോചനത്തിൻ്റെ പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പീഡനമുണ്ട്. പീഡനങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കാൻ നമ്മൾ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. ഇവിടെ ദാസൻ യഹോവയുടെ ദാസൻ പറയുകയാണ്, ഈ പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കാൻ ഞാൻ എപ്പോഴേ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. എൻ്റെ മുഖം ഇപ്പോൾ തീക്കല്ല് പോലെ ഇരിക്കുകയാണ്. തീക്കല്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പണ്ട് കാലത്ത് ഈ തീപ്പെട്ടിയെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ ഹാർഡ് സ്റ്റോൺസ് ഇങ്ങനെ ഉരയ്ക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് തീ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. വളരെ സാന്ദ്രതയുള്ള കല്ലാണ്. ഈ കല്ലിൽ അടിച്ചെന്ന് പറഞ്ഞ് അടിക്കുന്നവൻ്റെ കൈ വേദനിക്കുന്നതല്ലാതെ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഈ ദൈവത്തിൻ്റെ ദാസൻ പറയുകയാണ്, എൻ്റെ കവിളെന്ന് പറയുന്നത് തീക്കല്ല് പോലെ ഞാൻ ആക്കി വെച്ചിരിക്കുന്നത് എൻ്റെ മുഖത്തടിക്കാൻ വരുന്ന എല്ലാവരുടെയും കൈ വേദനിക്കുന്നതിന് വേണ്ടിയാണ്. നിരന്തര പീഡനമാണ് എൻ്റെ ഈ കവിളുകളെ അത് തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നത്. നമ്മുടെ സമൂഹം ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ നീതി നിഷേധത്തിന് വേണ്ടി അവർ നീതി നിഷേധം അനുഭവിച്ചു വന്നപ്പോൾ പ്രതിസന്ധികളെ ജീവിക്കാൻ കഴിവുള്ള തരത്തിൽ അവർ പ്രാപ്തിപ്പെട്ടു. അവർക്കൊരു സ്ഥിരോത്സാഹത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെ ഒരു സംസ്കാരം അവർ രൂപപ്പെടുത്തി. നമ്മുടെ മാറുമറയ്ക്കൽ സമരത്തിലെല്ലാം അതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർ പ്രതിസന്ധികളുടെ മധ്യത്തിൽ പതറിപ്പോകാതെ അവർ തൻ്റെ ഇടത്തോടുകൂടെ നിന്നു. നമുക്കറിയാം, ഈ പാമ്പ് കടിയേറ്റു വരുന്നവർക്ക് നൽകുന്ന പ്രതിവിധി എന്ന് പറയുന്നത് ആൻറ്റിവനമാണ്. ആൻറ്റിവനം ഉണ്ടാക്കുന്നത് സാധാരണ സർപ്പത്തിൻ്റെയോ അല്ലെങ്കിൽ വിഷമുള്ള പാമ്പുകളുടെയൊക്കെ വിഷം ഈ കുതിരകളുടെയോ അല്ലെങ്കിൽ നല്ല ശക്തികളുടെ ആടുകളുടെയൊക്കെ ശരീരത്തിൽ കുത്തിവെക്കുമ്പോൾ അതിൻ്റെ ശരീരത്തിലൊരു പ്രതിരോധ സെറം ഉണ്ടാവും. ഈ സെറത്തെ കളക്ട് ചെയ്താണ് സാധാരണ പാമ്പ് കടിയേറ്റ് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നമുക്ക് കുത്തിവെക്കുന്നത് ആൻറ്റിവനം. നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർ നിരന്തര പീഡനങ്ങൾ കൊണ്ട് എത്ര വിഷബാധയുള്ള തല്ലേറ്റാലും എത്ര വിഷബാധയുള്ള പാമ്പുകൾ നമ്മെ കടിച്ചാലും ബോധം കെട്ട് വീഴാതെ വണ്ണം അതിനെതിരിടാനായിട്ടുള്ളൊരു ശക്തി ആർജിച്ചിരുന്നു. എന്തുകൊണ്ടെന്നറിയാമോ? അവർക്കൊരു നിരന്തര സ്ഥിരോത്സാഹത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെ ഒരു സംസ്കാരം കഠിനമായ പീഡനങ്ങളുടെ മധ്യത്തിൽ അവർക്ക് വാർത്തെടുക്കാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ട സഭയെ, ഇന്ന് നമുക്ക് പലപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ അമ്മമാർ കാണിച്ച ഒരു ധീരത ക്രൈസ്തവ സഭ നഷ്ടപ്പെടുത്തി കളഞ്ഞു പോകും. ഇന്ന് ഒരു നിയുക്തനായ ഒരു കോൺസെക്രേറ്റ് ചെയ്യപ്പെട്ട ഒരു ബിഷപ്പ് എന്നുള്ള നിലയിൽ ഞാൻ ദക്ഷിണ കേരള മഹായിടവകയോട് പ്രഥമമായി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങളെ ശുശ്രൂഷിക്കാനായി ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതേസമയം നമുക്ക് നീതി നിഷേധിക്കപ്പെട്ട പല ഘടനകളുമുണ്ട്. അതിനെതിരെ സഭ ഒന്നായി പോരാടുന്നു. ഇനി ആരാധനയുടെയും ആധ്യാത്മികതയുടെയും പോരാട്ടങ്ങളുടെയും ദിവസമാണ്. എന്തിനു വേണ്ടി ഞാൻ ഈ പോരാട്ടങ്ങളെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നമ്മുടെ അർഹമായിട്ടുള്ള വിദ്യാഭ്യാസ സംവരണവും തൊഴിൽ സംവരണവുമെല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനതതി നിശബ്ദമായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാലത്തും നമ്മൾ നന്മ അനുഭവിക്കാനായിട്ട് പോകുന്നില്ല. അതേസമയം ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ധാരാളം നന്മകൾ ആർജിക്കാനായിട്ട് സാധിക്കും. ഇന്ന് ദക്ഷിണ കേരള മഹായിടവകയ്ക്ക് അനുഗ്രഹീതമായിട്ടുള്ള ഒരു നേതൃത്വമാണ് ദൈവം നൽകിയിരിക്കുന്നത്. നമ്മുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ ടി പ്രവീൺ അവർകൾ ഒരു നല്ല സ്ഥിരോത്സാഹിയും കരുത്തനായ ഒരു സാരഥിയുമാണ്. ഈ ബിഷപ്പ് കോൺസെക്രേഷനെല്ലാം നടക്കുന്നതിന് ധാരാളം കേസുകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ പിന്നിലെല്ലാം ഓടി നടന്ന് സമയബന്ധിതമായിട്ട് നടത്തുന്നതിനും നിരവധി പ്രോജക്റ്റുകളിലൂടെ സഭയെ ശുശ്രൂഷിക്കുന്നതിനും കരുത്ത് കാണിക്കുന്ന പ്രിയദാസൻ്റെ ശുശ്രൂഷ നമുക്ക് വളരെ പ്രയോജനകരമാണ്.
വളരെ സംയമനത്തോടും ആത്മവിശ്വാസത്തോടും കൂടെ മഹായിടവകയുടെ ട്രഷറി പ്രാർത്ഥനാപൂർവ്വം കൈകാര്യം ചെയ്യുന്ന റെവറൻ ഡോക്ടർ ക്രിസ്റ്റൽ ജയരാജച്ചൻ, അദ്ദേഹം ഒരു അറിവിൻ്റെ ഉടമസ്ഥനാണ്, അതോടൊപ്പം പ്രാർത്ഥനാപൂർവ്വം ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു സഹോദരനാണ്. ഈ പ്രിയപ്പെട്ട എല്ലാവരുടെയും സാന്നിധ്യം നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. നമുക്ക് ഒരുമിച്ച് മുന്നേറാനായി.